വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ട് സിപിഎം തയ്യാറാക്കിയ തന്ത്രങ്ങൾ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന മുതിർന്ന നേതാവ് കെ.വി. തോമസിനെ എറണാകുളം മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കി മണ്ഡലം പിടിച്ചെടുക്കാനായിരുന്നു സിപിഎം നേതൃത്വത്തിന്റെ പ്ലാൻ. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി മത്സര രംഗത്ത് നിന്നും ഒഴിഞ്ഞു മാറാനാണ് തോമസ് മാഷ് താല്പര്യപ്പെടുന്നത് എന്ന സൂചനകൾ പുറത്തുവന്നതോടെ ഇടത് ക്യാമ്പ് കടുത്ത ആശങ്കയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കെ.വി. തോമസുമായി ചർച്ചകൾ നടത്തുകയും അനുനയ നീക്കങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ടെങ്കിലും തന്റെ മുൻ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെന്നാണ് വിവരം. സഭകളുടെയും സമുദായങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ജനകീയ മുഖത്തെ അവതരിപ്പിച്ച് എറണാകുളത്തെ UDF കോട്ട തകർക്കാമെന്ന AKG സെന്ററിലെ കണക്കുകൂട്ടലുകൾക്കാണ് ഇതോടെ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന കെ.വി. തോമസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. എറണാകുളത്തെ സാമൂഹിക സമവാക്യങ്ങളിൽ ലത്തീൻ കത്തോലിക്ക സഭയ്ക്കുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റാൻ തോമസ് മാഷിനോളം പ്രാപ്തിയുള്ള മറ്റൊരു നേതാവ് നിലവിൽ ഇടതുമുന്നണിയിലില്ല. എറണാകുളം മണ്ഡലത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്വാധീനമുള്ള വൈപ്പിനിലോ മത്സരിക്കാനായിരുന്നു പ്രാഥമിക ആലോചനകൾ നടന്നത്. എന്നാൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരം തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം പിന്മാറുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് വേളകളിലും ഇത്തരത്തിൽ തോമസിനെ മത്സരിപ്പിക്കാൻ CPM സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിലും അന്ന് അദ്ദേഹം വഴങ്ങിയിരുന്നില്ല. ഭരണ തുടർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ സർക്കാരിനെതിരെ ഉയരുന്ന വിവിധ ആരോപണങ്ങളും ജനകീയ പ്രതിഷേധങ്ങളും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. പരാജയപ്പെട്ടാൽ തന്റെ രാഷ്ട്രീയ കരിയറിന് അതൊരു വലിയ തിരിച്ചടിയാകുമെന്നും തോമസ് മാഷ് കണക്കുകൂട്ടുന്നുണ്ട്. കെ.വി. തോമസ് പിന്മാറുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മകളെ തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറക്കി പരീക്ഷിക്കാനുള്ള നീക്കവും CPM നടത്തിയിരിക്കുന്നു. കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ പ്രതിനിധിയായി വരുന്നത് ഗുണകരമാകുമെന്ന് പാർട്ടി കരുതിയെങ്കിലും മകളും സജീവ രാഷ്ട്രീയത്തിലേക്കോ തിരഞ്ഞെടുപ്പ് മത്സരത്തിലേക്കോ ഇപ്പോഴില്ലെന്ന കർശന നിലപാടിലാണ്. എറണാകുളം പോലുള്ള A-ക്ലാസ് മണ്ഡലങ്ങളിൽ വിജയം അത്ര എളുപ്പമല്ലെന്ന യാഥാർത്ഥ്യം കുടുംബവും തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം തട്ടകത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ കാറ്റ് വീശുന്നില്ലെന്ന് വ്യക്തമായതോടെ മകളെ അനാവശ്യമായ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ തോമസ് മാഷ് തയ്യാറല്ല. വൈപ്പിൻ മണ്ഡലത്തിൽ KM ഉണ്ണികൃഷ്ണനെയാണ് പാർട്ടി ആദ്യം പരിഗണിച്ചിരുന്നതെങ്കിലും കെ.വി. തോമസ് സമ്മതം മൂളുകയാണെങ്കിൽ അവിടെ മാറ്റങ്ങൾ വരുത്താൻ CPM തയ്യാറായിരുന്നു. എന്നാൽ താൻ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിച്ചതോടെ വരും ദിവസങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ട വലിയ വെല്ലുവിളിയാണ് പാർട്ടിക്ക് മുന്നിലുള്ളത്. ലത്തീൻ സഭയുമായുള്ള കെ.വി. തോമസിന്റെ ദൃഢമായ ബന്ധം വോട്ടായി മാറുമെന്നായിരുന്നു CPMന്റെ പ്രധാന പ്രതീക്ഷ. എറണാകുളം ജില്ലയിലെ തീരദേശ മണ്ഡലങ്ങളിൽ നിർണായകമായ സ്വാധീനമുള്ള സഭയുടെ നിലപാടുകൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ കീഴ്മേൽ മറിച്ചിട്ടുണ്ട്. സഭയ്ക്ക് കൂടി താല്പര്യമുള്ള ഒരാളെ മത്സരിപ്പിച്ചാൽ എറണാകുളത്തെ UDFന്റെ ആധിപത്യത്തിന് അറുതി വരുത്താൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി കരുതിയിരുന്നു. എന്നാൽ വിഴിഞ്ഞം സമരം അടക്കമുള്ള വിഷയങ്ങളിൽ സഭയ്ക്കും സർക്കാരിനുമിടയിലുണ്ടായ വിടവ് കെ.വി. തോമസിനെ പോലൊരു നേതാവിനെ എത്രത്തോളം സഹായിക്കുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സംശയമുണ്ട്. സർക്കാരിനെതിരായ പ്രതിഷേധം സമുദായ വോട്ടുകളെ ബാധിക്കുമെന്ന് തോമസ് മാഷ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു റിസ്ക് എടുക്കുന്നത് വിവേകമല്ലെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. കെ.വി. തോമസും കുടുംബവും കൈമലർത്തിയതോടെ CPM ഇപ്പോൾ പ്ലാൻ B നടപ്പിലാക്കാനുള്ള തിരക്കിലാണ്. ജില്ലയിലെ പ്രമുഖരായ സാംസ്കാരിക നായകന്മാരെയോ അല്ലെങ്കിൽ ലത്തീൻ സഭയുടെ വിശ്വസ്തരായ പൊതുപ്രവർത്തകരെയോ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എറണാകുളം മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് CPMനെ സംബന്ധിച്ച് അന്തസ്സിന്റെ പ്രശ്നം കൂടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറ്റു തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും ജില്ലയിൽ UDF നിലനിർത്തിയ മുൻതൂക്കം മറികടക്കാൻ അസാധാരണമായ സ്ഥാനാർത്ഥി നിർണയം ആവശ്യമാണെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട്. കെ.വി. തോമസിനെ പോലൊരു അതികായൻ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് അണികൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ തോമസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ AKG സെന്ററിൽ നിന്നും തുടർന്നേക്കാം. വരും ദിവസങ്ങളിൽ ലത്തീൻ സഭയുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം എറണാകുളത്തുണ്ടായേക്കും. ഏതായാലും കെ.വി. തോമസിന്റെ നിലപാട് മാറ്റം എറണാകുളത്തെ തിരഞ്ഞെടുപ്പ് ചൂട് ഇരട്ടിയാക്കിയിരിക്കുകയാണ്.